അങ്ങനെ ജോസ് കെ മാണിയെ പിണറായി വിജയൻ കൃത്യമായി ഇന്നലെ ട്രാപ്പ് ചെയ്തു. ഡോക്ടർ തോമസ് ഐസക്കാണ് നേരത്തെ ഒരു ഉത്തരവൊക്കെ പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ 25 സെന്റ് സ്ഥലം കവടിയാറിൽ അനുവദിച്ചു. അത് കവടിയാറിൽ തന്നെയാണ് അനുവദിച്ചത്. KM മാണി സ്റ്റഡി സെന്റർ എന്നൊക്കെ പറഞ്ഞ് അനുവദിച്ചു. ഇതുപോലെ എത്ര പേർക്കാണ് തിരുവനന്തപുരത്ത് അനുവദിച്ചിരിക്കുന്നത്. അതിലൂടെ ജോസ് കെ മാണി വീണു, കേരള കോൺഗ്രസ്സുകാരും വീണിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ പിളരണോ വേണ്ടയോ, UDF-ൽ പോണോ എന്നുള്ള ചർച്ചകളൊക്കെ പലതലത്തിൽ നടത്തി. സോണിയാഗാന്ധിയും പിന്നെ ജോസ് കെ മാണിയും തമ്മിൽ ഡൽഹിയിൽ ചർച്ച നടക്കുന്നതായി പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി മാണി സി കാപ്പനെ കാണാൻ പോയി. മാണി സി കാപ്പനെ കണ്ടിട്ട് പാല മാറിക്കൊടുക്കണമെന്നുള്ള ചർച്ച വന്നു. അപ്പൊ മാണി സി കാപ്പൻ ഒരു കാരണവശാലും പാലയിൽ നിന്ന് മാറൂല്ല എന്ന് ചർച്ച വന്നു. അങ്ങനെ വളരെ പൊളിറ്റിക്കൽ ചർച്ചകളുടെ ഒരു ബഹളമായിരുന്നു. ആ മാണി സി കാപ്പനെ വടക്ക് ഏതെങ്കിലും മലപ്പുറം ജില്ലയിലെ ഏതെങ്കിലും സ്ഥലത്തോടെ നിർത്തി ജയിപ്പിച്ചെടുക്കാം, പാല ജോസ് കെ മാണിക്ക് കൊടുക്കണം. അങ്ങനെ ജോസ് കെ മാണിയും സംഘവും വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോൻസ് ജോസഫിന്റെ സംവിധാനം അങ്ങനെ ചർച്ച നടന്നിട്ടില്ല. അത് പി ജോസഫ് സാറിന്റെ പാർട്ടിയുടെ ബഹളം. അങ്ങനെ വലിയ രാഷ്ട്രീയ ബഹളമാണ് കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി 2 മാസക്കാലമായി കേരളത്തിൽ നടന്നത്. നമ്മളും പല വീഡിയോ ചെയ്തു ഇങ്ങനെ ജോസ് കെ മാണി പിള്ളേരും മോവുന്നത്. അപ്പൊ റോഷി അഗസ്റ്റിന്റെ ഒരു വശത്ത് നിൽക്കുന്നു, പ്രമോദ് നാരായണൻ മറ്റൊരു വശത്ത് നിൽക്കുന്നു, ജോസ് കളത്തിങ്കൽ. അങ്ങനെ അതിനകത്ത് തന്നെ വലിയ ആഭ്യന്തര കലാപം ഉണ്ടായി. പിന്നെ കുറെ അച്ഛന്മാരും പിതാക്കന്മാരും ഒക്കെ പറയുന്നു ജോസ് കെ മാണിയുടെ പാർട്ടി UDF-ലേക്ക് പോകണം. ഇങ്ങനെ വലിയ ചർച്ച നടക്കുന്നതിനിടയിലാണ് പിണറായി ഗോളടിച്ചത്. 25 സെന്റ് സ്ഥലം കവടിയാറിൽ കൊടുത്തു. ഒരു 10-25 കോടി രൂപയുടെ സ്വത്താണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കേരള കോൺഗ്രസ്സുകാർ വളരെ സംതൃപ്തരാണ്. പക്ഷേ വിഷയം അവിടെ അതല്ല. നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ക്രക്സ് അതല്ല. തിരുവനന്തപുരം നഗരത്തിന്റെ കോർപ്പറേഷൻ പരിധിക്കകത്ത് ഇതുപോലെ നിരവധി ആളുകൾക്ക് സെന്ററുകൾ നടത്താൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അത് പല പല സ്ഥലങ്ങളിൽ പല പല ആളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തിരിക്കുന്ന പല സെന്ററുകളും തുടങ്ങിയിട്ടുമില്ല, പ്രവർത്തിക്കുന്നുമില്ല. ആ സ്ഥലം വെറുതെ ഇട്ടിട്ട് ചെറിയൊരു കെട്ടിടം പണിതിട്ട് കുറേ സ്ഥലം വെറുതെ ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് അങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ ഉള്ള ഒരു അപകടവുമുണ്ട്. എത്ര കോടി രൂപ വില വരുന്ന സ്ഥലമാണ്. എന്തുകൊണ്ട് ഈ പറയുന്ന ആരും ആയിക്കോട്ടെ, കേരളത്തിൽ നാളിതുവരെ പ്രവർത്തിച്ചു വന്നിട്ടുള്ള പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, പ്രമുഖരായുള്ള സാംസ്കാരിക നായകർ, പ്രമുഖതരുള്ള കവികൾ, കലാകാരന്മാർ, അങ്ങനെ ഏറ്റവും പ്രമുഖരായി സമൂഹം നാളെ അറിയണം എന്ന ആഗ്രഹമുള്ള പ്രമുഖരായിട്ടുള്ളവരെ എല്ലാവരെയും കൂടി ഒരു ക്യാമ്പസിൽ 1-2 ഏക്കർ സ്ഥലം വാങ്ങി ഒരു ക്യാമ്പസിൽ ഇത് അവർക്ക് ആവശ്യമായ സ്മാരകങ്ങളും അവരുടെ മെമ്മോറിയൽസും അവരുടെ സംഭാവനകളും ഒക്കെ ഡിജിറ്റൽ സംവിധാനത്തിലൊക്കെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ പോയി പഠിക്കുകയും ചെയ്യും. അതൊരു ടൂറിസം കൂടി ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ അവിടെ പോയി കാണുന്നു, അവർ പഠിക്കുന്നു, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഒരു കേരളം വികസിപ്പിച്ചു വന്നത്, ഇതിന്റെ രാഷ്ട്രീയം എന്താണ്. ഇവിടെ പരശുരാമന്റെ കാലം മുതൽ എടുക്കണം. അതൊരു മിത്താണ്, ഐതിഹ്യമാണെങ്കിലും അത് മുതൽ കേരളം എടുക്കണം. ഇങ്ങോട്ടെടുത്താൽ ഇന്നെത്തി നിൽക്കുന്ന മിത്തിന്റെയും അല്ലെങ്കിൽ പിന്നെ ഐതിഹ്യത്തിന്റെയും കാലത്തിൽ നിന്ന് മാറി ഡെമോക്രസിയുടെ പുതിയ കാലത്തിലെത്തിയപ്പോഴുള്ള ഈ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന മനോഹരമായ ഒരു മ്യൂസിയം തിരുവനന്തപുരത്ത് ആരംഭിക്കാവുന്നതാണ്. അത് കോർപ്പറേഷനും അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ പീസ് ആളുകൾക്ക് വസ്തു കൊടുക്കുകയും ആ വസ്തുക്കളൊക്കെ യാതൊരു പ്രയോജനമില്ലാതെ പിന്നെ ആ ക്യാമ്പസിൽ ഒരാളിനും കയറാൻ പറ്റാതെ അവർ സ്റ്റഡി സെന്റർ എന്നൊക്കെ പറഞ്ഞ് എന്നെങ്കിലും ഇപ്പൊ കരുണാകരന്റെ പേരിലുണ്ട്, ഒരുപാട് ആളുകളുടെ പേരിലുണ്ട്. ഗവൺമെന്റിൽ നിന്ന് പൊളിറ്റിക്കലായി അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി, പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി പാർട്ടികളും അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി മന്ത്രിമാരും രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ സ്ഥലങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു വികലമായ കാഴ്ചപ്പാട് കാണുന്നുണ്ട്. അത് ശരിയല്ല. അതുകൊണ്ട് ഇപ്പൊ 25 സെന്റ് കൊടുത്ത കഥ തന്നെ അത് കൊടുത്തത് തിരിച്ചെടുക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് അവർ പുതിയ നിർദ്ദേശം എന്നുള്ളത് അത് കോർപ്പറേഷനും ഗവൺമെന്റും കൂടി ആലോചിച്ച് ചെയ്യാവുന്നതാണ്. ഈ വന്നുപോയ ഈ സംഭാവന നൽകിയവരുണ്ട്, അവരെ ഒരിക്കലും പുതിയ തലമുറ പഠിക്കാതിരിക്കേണ്ട എന്നല്ല, തീർച്ചയായിട്ടും പഠിക്കണം. അപ്പൊ അവരുടെ മൊത്തം സംഭാവനകളും എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അവിടെ ഒരു നല്ല ലൈബ്രറി, നല്ല ഒരു ഗവേഷണ പഠന കേന്ദ്രം പോലുള്ള സംവിധാനമൊക്കെ കൊണ്ടുവന്നാൽ അത് ടൂറിസ്റ്റ് പോയിട്ട് കൂടെ ക്ലബ്ബ് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ഒരുപാട് കുട്ടികൾ വരും, പുതിയ തലമുറ വരും. അവരിതൊക്കെ പഠിക്കട്ടെ. അവർ പഠിക്കുമ്പോൾ വേണമെങ്കിൽ കേരളത്തിൽ സംഭാവന ചെയ്തവരെ കൂടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ ഒരു ഫ്രെയിമിൽ ഇന്ത്യയിൽ സംഭാവന ചെയ്തവരുടെ ആളുകളെ കൊണ്ടുവരാം. കുറച്ചുകൂടെ അത് വേറൊരു ഫ്രെയിമിൽ ലോകത്ത് വന്നിട്ടുള്ള തത്വശാസ്ത്രങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും പരിചയപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ ലോകത്ത് വന്നിട്ടുള്ള തത്വശാസ്ത്രങ്ങളെയും പ്രധാനപ്പെട്ട ശാസ്ത്ര സംഭാവനകളും പരിചയപ്പെടുത്തുന്നു, ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാന കാര്യങ്ങളെ പരിചയപ്പെടുത്തുന്നു. കേരളത്തിലുള്ളതാകുമ്പോൾ വളരെ വിപുലമായ പരിചയപ്പെടുത്തലുകളും നല്ല മനോഹരമായ ഹാളും ഓഡിറ്റോറിയവും പഠന പരിപാടികളും എല്ലാം നടത്താം. ഇത് പക്ഷേ സർക്കാരിന്റെ ഓണർഷിപ്പിലായിരിക്കണം നടക്കേണ്ടത്. അല്ലാതെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരവരുടെ രീതി RSPക്കും CPIക്കും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പലർക്കും കൊടുത്തിട്ടുണ്ട്. PSV സെന്റർ
പല പല പേരുകളാണ് സെന്ററുകൾ കൊടുത്തിരിക്കുന്നത്. അച്യുത മേനോൻ സെന്റർ, പല പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ പേരുകളിലെല്ലാം കൊടുത്തത് പോയി. പക്ഷേ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത് ഉൾപ്പെടെ തിരിച്ചെടുത്ത് ഇത്തരത്തിലൊരു ചിന്ത ഗവൺമെന്റ് ആലോചിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഇത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല. രാഷ്ട്രീയമായ ഒരു ട്രാപ്പിന് വേണ്ടി, കൂടെ നിർത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇതിനെ സംബന്ധിച്ചൊക്കെ വളരെ വ്യാപകമായ ആക്ഷേപമാണ് സോഷ്യൽ മീഡിയകളിലും ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ അതിനകത്തും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ പ്രതിമകൾ, ധാരാളം പ്രതിമകളാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ വച്ച് പിന്നെ പല രൂപത്തിൽ കാക്ക കാഷ്ടിച്ചും പല രൂപത്തിൽ ഇങ്ങനെ കിടക്കുന്നു. യാതൊരു ലൈറ്റും കത്തിക്കത്തില്ല. നന്ദനും ഇല്ലാതെ ഒരുപാട് പ്രതിമകളും കിടപ്പുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ പ്രതിമകൾ വ്യാപകമായി തിരുവനന്തപുരത്ത് ഇനി ആളുകളുടെ വയ്ക്കാതെ, വച്ചത് സംരക്ഷിക്കുന്നതിനൊരു പോട്ടെ, വച്ചത് സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ പ്രതിമകൾ വയ്ക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ക്യാമ്പസിലേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് മനോഹരമായിരിക്കും. എല്ലാവരുടേതും പ്രതിമയാവണമെന്നില്ല. ചിലത് ഡിജിറ്റലിൽ കൊണ്ടുവരാം, ചിലത് പ്രതിമ കൊണ്ടുവരാം, പല രൂപത്തിലുള്ള പല ഭാവത്തിൽ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു ചരിത്ര മ്യൂസിയം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ അത് മനോഹരമായിരിക്കും. അത് അവർ തലസ്ഥാനത്താണ് ഇവരെല്ലാം കൂടുതൽ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തലസ്ഥാനത്ത് തന്നെ വരുന്നതുമാണ് നല്ലത്. തീർച്ചയായും അത് അങ്ങനെ ഒരു വിഷയം കോർപ്പറേഷനും ചിന്തിക്കാവുന്നതാണ്. അത് ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും അവരുടെ പുരാവസ്തു വകുപ്പുമായും അതുപോലെ തന്നെ പൈതൃക വകുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നല്ല പണവും കണ്ടെത്താൻ കഴിയും. CSR പ്രൊജക്റ്റുകളും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അത്തരത്തിലുള്ള മനോഹരമായൊരു പ്രൊജക്റ്റ് വരുത്താൻ PV രാജേഷും മുഖ്യമന്ത്രിയും, കാരണം ഞാൻ രണ്ടുപേരും, ഒന്ന് മേയറും പിന്നൊന്ന് മുഖ്യമന്ത്രിയുമാണ്, ഇത് ശ്രമിക്കണം. അല്ലാതെ ഇങ്ങനെ വസ്തുക്കൾ, കണ്ണായ സ്ഥലത്ത് കിടക്കുന്ന വസ്തുക്കൾ ഇതുപോലെ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുക്കുന്നതിന് അത് രാഷ്ട്രീയമായ കാര്യങ്ങളുടെ ഒരു ട്രാപ്പും കൂടെ ആക്കി. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ജോസ് കെ മാണിക്ക് അച്ഛൻ്റെ പേരിൽ, KM മാണി സാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥലമൊക്കെ കിട്ടിയ സാഹചര്യത്തിൽ പെട്ടെന്ന് കയറി മുന്നണി മാറുന്നത് ശരിയല്ലല്ലോ. ആ രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളായി ഇതിനെ പൊളിറ്റിക്കലായി പ്രയോജനപ്പെടുത്താതെ അക്കാഡമിക്കായി, പ്രൊഫഷണലായി ഇത്തരം കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഈ ചിന്ത ദയവായി മേയറും അതുപോലെ തന്നെ ഭരണകൂടവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി ചിന്തിക്കേണ്ടതാണ്.